IT കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് 2010-ൽ പ്രധാന മലയാള പത്രങ്ങളിൽ വന്ന പരസ്യമാണിത്. MG സർവകലാശാലയുടെ പേരിൽ വന്ന പരസ്യം വിശ്വസിച്ച് തൊഴിൽ സാധ്യതയുള്ള ആകർഷകമായ കോഴ്സുകൾ തേടി വിദ്യാർത്ഥികൾ കൊച്ചിയിലെ ടെക്നോസ്പേസ് എന്ന സ്ഥാപനത്തിലെത്തി. തൃശൂർ സ്വദേശി ജോയ് KPയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു സ്ഥാപനം. വിശാലമായ IT ക്യാമ്പസ്, അത്യാധുനിക ലാബ് സൗകര്യം, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് തുടങ്ങി ബ്രോഷറിലെ വാഗ്ദാനം വിശ്വസിച്ച് പ്രവേശനം നേടിയ 100ഓളം വിദ്യാർത്ഥികൾ കൊടും തട്ടിപ്പിനിരകളായി. ബ്രോഷറിൽ ആ പത്രത്തിൽ കുന്നിൻ മുകളിലെ വിസ്മയം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോൾ കണ്ടത് വലിയൊരു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും ഇങ്ങനെ ആയിപ്പോയില്ല. ഫസ്റ്റ് ഇയർ എക്സാം നടക്കുന്ന ടൈമിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഈ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതും ഇങ്ങനെയൊരു തട്ടിപ്പാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. MG സർവകലാശാലയുടെ ചോദ്യപേപ്പർ നൽകിയായിരുന്നു ആദ്യ വർഷത്തെ പരീക്ഷ. എന്നാൽ മാർക്ക് ലിസ്റ്റ് ലഭിച്ചതാകട്ടെ തമിഴ്നാട്ടിലെ മനോർമണിയം സുന്ദരം സർവകലാശാലയുടേതും. മാത്രമല്ല, സർവകലാശാലയുടെ സീല് പോലുമില്ലാത്ത മാർക്ക് ലിസ്റ്റ് മറ്റു ചില കോഴ്സുകളുടെ പേരിലുള്ളവയായിരുന്നു. MS യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് വന്നത്. അത് കണ്ടിട്ട് ഒരു ജെന്യുവൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് തോന്നിയില്ല. അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നു. 80,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ഫീസ് നൽകിയാണ് വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പ്രവേശനം നേടിയത്. ഫീസ് അടച്ചതിന്റെ രസീതും വിചിത്രം തന്നെ. തട്ടിപ്പ് മനസ്സിലാക്കിയ വിദ്യാർത്ഥികളിൽ ചിലർ പഠനം അവസാനിപ്പിച്ചു. ബാക്കിയുള്ളവരിൽ നിന്ന് സ്ഥാപനമുടമ പിന്നെയും പണം പിരിച്ചു. നിർധനരായ വിദ്യാർത്ഥികളാണ് സുന്ദരമായ ഭാവി സ്വപ്നം കണ്ട് IT അധിഷ്ഠിത കോഴ്സുകളിൽ ചേർന്നത്. പഠനം മുടങ്ങിയതോടെ ഇവരുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കുമ്പോഴാണ് അന്യസംസ്ഥാന സർവകലാശാലകളുടെ മറവിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയാകുന്നത്. സർക്കാർ ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് കേന്ദ്രങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഇനിയും വലയിൽ വീഴ്ത്തും. ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ലേബി സജീന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.